ഏവർക്കും നമസ്കാരം. മോഹൻജി ഫൗണ്ടേഷൻ വൃന്ദാവനിൽ പണിയുന്ന ഗുരുവായൂരപ്പ ക്ഷേത്രത്തെ പറ്റിയുള്ള മോഹൻജിയുടെ ഒരു സ്പീച്ച് അഥവാ ഒരു പ്രഭാഷണമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതായതിനാൽ മലയാളികൾക്ക് സുപരിചിതമായ ഒരു ഭാഗം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം ദ്വാപരയുഗത്തിൽ വസുദേവർ പൂജിച്ചിരുന്നത് എങ്ങനെ ഗുരുവായൂരിൽ എത്തിയെന്നും അതിൻ്റെ പ്രതിഷ്ഠ നടന്നു എന്നും ഉള്ള കാര്യങ്ങളാണ് മോഹൻജി ആദ്യത്തെ 2 ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ 3ാമത്തെ ഭാഗം മോഹൻജിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതുമാത്രമാണ് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ശ്രീകൃഷ്ണൻ്റെ ഈ ഒരു വിഗ്രഹം ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന വൃന്ദാവനത്തിലേതാണ് എന്നാണ്. നമുക്ക് പല ചിന്തകളും ഉണ്ടാകാം, പക്ഷേ അതൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഇതിൻ്റെ ഉത്തരം എനിക്ക് പിന്നീടാണ് കിട്ടിയത്. ഞങ്ങൾ വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള കാര്യങ്ങൾ തുടങ്ങി. സ്ഥലം ഏറ്റെടുത്തു. ഞങ്ങൾ 6 ഏക്കർ വാങ്ങി, കൂടുതൽ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. കൃഷ്ണനിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചിരുന്ന ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണനാണ് അത് എന്നുള്ളത് അവർ വിശ്വസിച്ചിരുന്നില്ല. നോക്കൂ, സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങളോട് ജീസസ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ജീസസ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ജീസസ് എന്നോട് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്നത്, ഞാൻ അതിന് അർഹയാണോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലേ? ഇത് തന്നെയാണ് ഈ സ്ത്രീയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഈ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അവരതിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അവർ വ്രജ ഭാഷയിൽ കവിതകൾ എഴുതുവാൻ ആരംഭിച്ചു. അത് ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല. അത് കൃഷ്ണന്റെ കാലത്ത് വൃന്ദാവനത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. അവർക്ക് അത് അറിയില്ല, പക്ഷേ അവർ ആ ഭാഷയിൽ 300 കവിതകൾ എഴുതി. നിങ്ങൾക്കത് വിശ്വസിക്കാമോ? അവർക്ക് അറിയില്ലാത്ത ഒരു ഭാഷയിൽ അവർ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ആരാണ് അത് നൽകുന്നത്? മറ്റാരോ അല്ലേ? കൃഷ്ണൻ അവരോട് പറഞ്ഞു, മോഹൻജി എനിക്ക് വേണ്ടി വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. അത് ലോക പ്രശസ്തമായി തീരും. നിങ്ങൾക്കറിയുമോ, ഞാനും അവരുടെ കുടുംബാംഗങ്ങളും യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ സന്ദർശിക്കുകയും ചെയ്തു. കൃഷ്ണൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ 8 വയസ്സുള്ള രൂപം നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ്. ആ സ്ത്രീക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എനിക്ക് പിന്നീട് അവരോട് വേറൊരു തരത്തിൽ ഇടപഴകേണ്ടതായി വന്നു. എനിക്കവരെ കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷേ വളരെ ശക്തമായ ഊർജ്ജപ്രവാഹം കൊണ്ട് അവർക്ക് അവരുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു. നോക്കൂ, വളരെ ശക്തമായ ഊർജവുമായി നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഊർജത്തിൻ്റെ രീതി തന്നെ മാറിപ്പോകുന്നു. നോക്കൂ, ഈ ഒരു ലൈറ്റ് ബൾബിന് ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാളും ഡബിൾ ആയിട്ടുള്ള പവർ അതിലൂടെ പ്രവഹിക്കുമ്പോൾ ഒന്നുകിൽ ആ ബൾബ് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അത് കത്തിപ്പോകും, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇതുപോലെ നിരന്തരമായി വളരെ ശക്തമായ ഊർജം അവരിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒറിജിനൽ അലൈൻമെൻറ്റ് മാറിപ്പോകുന്നത്. അങ്ങനെ ഒരിക്കൽ കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മോഹൻജിയെ കാണും. ഡിസംബർ 21-ാം തീയതി മോഹൻജി ഇവിടെ എത്തും. അപ്പോൾ അദ്ദേഹത്തെ പോയി കാണൂ. എല്ലാം ശരിയാകും. അദ്ദേഹം നിങ്ങളുടെ അലൈൻമെൻറ്റ് ശരിയാക്കി തരും. അവരുടെ സിറ്റിയിലെത്തുമ്പോൾ മോഹൻജി താമസിക്കുന്നത് എവിടെയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അവിടെയുള്ള മോഹൻജിയുടെ ലോക്കൽ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവർ പറഞ്ഞു, മോഹൻജി ഇപ്പോൾ ഇവിടേക്ക് വരികയില്ല. മോഹൻജി ഇപ്പോൾ യൂറോപ്പിലാണ്. ഇന്ത്യയിൽ വന്നാൽ തന്നെ അദ്ദേഹം ബാംഗ്ലൂരാണ് ഉണ്ടാവുക. അപ്പോൾ അവർ ചിന്തിച്ചു, വെറുതെ മായക്കാഴ്ചയായിരിക്കാം, അതൊരു ഇല്യൂഷൻ ആയിരിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ. ആ സമയത്ത് ഞാൻ സ്ലൊവേനിയയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കോൺഫറൻസ് വളരെ വലുതായിരുന്നു. അതിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ഒബാമയായിരുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു കോൺഫറൻസ് ആയിരുന്നു. ഞാനതിൽ പങ്കെടുക്കുവാൻ അവരോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് കോവിഡിൻ്റെ സമയമായിരുന്നു. ഒബാമ കോവിഡ് മൂലം അതിൽ നിന്ന് വിട്ടുനിന്നു. അത് 2021-22 ഞാൻ തിരികെ ഇന്ത്യയിലേക്ക് വന്നു. ഷിർദി സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ഞാൻ തീരദേശത്തേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനായി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ സിറ്റിയിൽ ഞാൻ എപ്പോഴും നിൽക്കാറുള്ള സ്ഥലത്ത് അവിടുത്തെ ലോക്കൽ കോൺടാക്റ്റിനെ വിളിക്കുകയും അവരോട് പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു തീർത്ഥയാത്ര പോകുവാനായി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന്. അവരോട് യാത്രയ്ക്കുള്ള കാർ അറേഞ്ച് ചെയ്യുവാനായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ കൃത്യം ഡിസംബർ 21-ന് അവിടെ എത്തുകയും ചെയ്തു. നോക്കൂ, ഞാൻ അത് തീരെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമല്ല. അവിടെ ആ സ്ത്രീ എന്നെ കാണുവാൻ വരികയും അവർ വ്രജഭാഷയിൽ എഴുതിയ കവിതാ സമാഹാരം എന്നെ കാണിക്കുകയും ചെയ്തു. അത് വളരെ മാധുര്യമുള്ള മനോഹരമായ
ഭാഷയിൽ എഴുതിയിട്ടുള്ള ഭക്തി നിർഭരമായ കവിതകളായിരുന്നു. കൃഷ്ണൻ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, അത് ബാങ്കെ ബിഹാരി, അതായത് വൃന്ദാവനത്തിലുള്ള ഒരു ക്ഷേത്രത്തിലും മോഹൻജിയെയും മാത്രമേ കാണിക്കാവുള്ളൂ എന്ന്. ഞാൻ അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് ശക്തിപഥം നൽകുകയും അവരോട് 3 ദിവസത്തേക്ക് കാത്തിരിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് അവരെ കൂടുതൽ അറിയുകയില്ലായിരുന്നു. ഈ 3 ദിവസം എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ തീർത്ഥയാത്രയുമായി മുൻപോട്ട് പോയി. അവരെ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടുമുട്ടിയിരുന്നത്. ഞങ്ങൾക്ക് തമ്മിൽ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം അവർക്ക് വയറിളക്കവും ഛർദിയും ബാധിക്കുകയും വളരെ അവശനിലയിലാവുകയും ചെയ്തു. അതോടുകൂടി അവർക്ക് കൃഷ്ണനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. കൃഷ്ണനിൽ നിന്ന് പിന്നെ സന്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരാകെ തകർന്നു പോയി. 3-4 ദിവസം ഇങ്ങനെ കടന്നുപോയി. അവരുടെ കുടുംബം ചിന്തിച്ചു തുടങ്ങി. മോഹൻജി വന്ന് എല്ലാം അലങ്കോലപ്പെടുത്തി. ഇനി ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമോ? അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ തീരദേശത്തിലൂടെ ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്നു. ഗുരുവായൂർ സന്ദർശിക്കാനായി അവിടേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ കോണ്ടാക്ടർ എന്ന ആ ഒരു ആളെ വിളിച്ച്, നിങ്ങൾ എൻ്റെ കൂടെ ഗുരുവായൂരിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. ശരി മോഹൻജി, ഞാൻ വരുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ ഈ സ്ത്രീയെ കൂടെ കൊണ്ടുവന്നോട്ടെ? ശരി എന്ന് ഞാൻ പറഞ്ഞു. ഗുരുവായൂരിലേക്ക് വരുന്നുണ്ട് എന്ന് തീരുമാനിച്ച നിമിഷത്തിൽ തന്നെ ആ സ്ത്രീയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അവർ പൂർവ്വസ്ഥിതിയിൽ കൃഷ്ണനോട് സംസാരിക്കുവാനും തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ എൻ്റെ 8 വയസ്സുള്ള രൂപം കാണിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നല്ലോ. അവർക്ക് അതിനു മുമ്പ് ഗുരുവായൂരിനെ പറ്റി അറിയില്ലായിരുന്നു. വരുന്ന സമയത്താണ് അവർ ഗുരുവായൂരിനെ പറ്റി അറിഞ്ഞത്. കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിനക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള ഒരുപാട് ബ്ലോക്കേജുകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു. മോഹൻജി അതെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയധികം വേദന അനുഭവപ്പെട്ടത്. ഞാൻ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനോട് വൃന്ദാവൻ ഗുരുവായൂർ പ്രൊജക്ടിനെ പറ്റി ആദ്യമായി സംസാരിക്കുമ്പോൾ, അതായത് ഭൂമിയെല്ലാം വാങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുമ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അങ്ങനെ ഒന്നൊന്നായി. നോക്കൂ, കൃഷ്ണൻ ഗുരുവായൂരിൽ 8 വയസ്സുള്ള ഒരു ബാലനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം തിരികെ വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ഒരു രാജാവിനെ പോലെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു ഭരണാധികാരിയെ പോലെ. അതുകൂടാതെ ഇവിടെ ധാരാളം വിധവകളുണ്ട്. ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ മിക്ക സ്ത്രീകളും ഇവിടേക്കാണ് വരുന്നത്, വൃന്ദാവനത്തിലേക്ക്. അവർ വീട്ടിൽ നിൽക്കാറില്ല. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. അവരെല്ലാം 60, 70, 80 വയസ്സുകൾക്ക് മുകളിലുള്ളവരാണ്. അവർക്ക് ഇവിടെ ആരും ഉണ്ടാകാറില്ല. അവർക്ക് പലപ്പോഴും ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ വൈദ്യസഹായമോ ലഭിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അവർക്ക് വേണ്ടി ഒരു താമസ സ്ഥലം ഒരുക്കുവാനായി ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് വയോജനങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലം പോലെ. എല്ലാവരെയും ഇവിടെ താമസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും 100 പേരെയെങ്കിലും സൗജന്യമായി ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം എന്നിവ കൊടുത്ത് താമസിപ്പിക്കണമെന്നുണ്ട്. കൃഷ്ണൻ അവരെ സംരക്ഷിച്ചിരുന്നത് പോലെ സംരക്ഷിക്കുവാനായി. അതുപോലെ ഈ സ്ഥലവും അതുപോലെ തന്നെ വികസിപ്പിച്ച് വരണമെന്നും ആഗ്രഹമുണ്ട്. അതായത് ഇവിടേക്ക് വരുന്ന ധനമെല്ലാം ഈ സ്ഥലത്തേക്ക് തന്നെ തിരികെ നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായത്. ഞാനിത് സംസാരിക്കുമ്പോൾ അവിടെ ഭൂമി പൂജ നടക്കുകയാണ്. ഈ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിലുള്ള ചെറിയ കഥ. എല്ലാത്തിൻ്റെ പുറകിലും ഒരു കഥയുണ്ട്. എല്ലാത്തിൻ്റെയും പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല. ഇതാണ് കൃഷ്ണൻ്റെ കഥ. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫെയറി ടെയിൽ പോലെ തോന്നുന്നില്ലേ? യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോഴെല്ലാം അങ്ങനെയാണ്.